മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത്. അവർ 4 പേരും രാവിലെ എഴുന്നേറ്റ് പിന്നെ ചൂരൽമലയിലേക്ക് മുണ്ടക്കൈയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അവർ ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന്, കാരണം അവിടെ രോഗം മാറിയിട്ട് ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭാ ഉപസമിതി ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങൾ ആ കാര്യത്തിൽ ആദ്യമേ എടുത്ത സമീപനം അതാണ്. വയനാടിനെ സമ്പൂർണ്ണമായിട്ട്, കാരണം കഴിഞ്ഞ 2-3 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ നടന്ന മെല്ലെപ്പോക്കും അലംഭാവവും അത് ഇത്തവണത്തെ പുനരധിവാസത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതിൽ കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. തീർച്ചയായിട്ടും അതിന് ഞങ്ങളെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും എല്ലാം ചേർന്ന് ഇതിന് നല്ല ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവണം. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളും കാര്യമായിട്ട് ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാകും. അല്ല, സംസ്ഥാന സർക്കാരിന് ഞാൻ പറഞ്ഞില്ല, അവർക്ക് യാതൊരു ധാരണയും ഇത് സംബന്ധിച്ചില്ല. പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് അവർ ഇരുട്ടിൽ തപ്പുകയാണ്. താൽക്കാലികമായ ആളുകളെ എങ്ങോട്ട് മാറ്റുമെന്നുള്ളതിനെക്കുറിച്ച് പോലും ഒരു ധാരണയിലെത്തിയിട്ടില്ല. പിന്നീടാണല്ലോ സ്ഥിരം പുനരധിവാസത്തെക്കുറിച്ച്. ഇത് തന്നെയാണ് കഴിഞ്ഞ തവണയും സംഭവിച്ചത്. അതുകൊണ്ട് ഈ ഉപസമിതി കാര്യക്ഷമമല്ല. മന്ത്രിസഭാ ഉപസമിതി അവർ ചെയ്യേണ്ട ജോലിയല്ല ചെയ്യുന്നത്. അവർ 4 പേരും രാവിലെ എഴുന്നേറ്റ് പിന്നെ ചൂരൽമലയിലേക്ക് മുണ്ടക്കൈയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അവർ ശരിക്കും ചെയ്യേണ്ടത് കലക്ടറേറ്റിൽ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ആവശ്യമായ സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന്, കാരണം അവിടെ രോഗം മാറിയിട്ട് ഇപ്പോഴും ക്യാമ്പിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയാണ് മന്ത്രിസഭാ ഉപസമിതി ചെയ്യേണ്ടത്. ബാക്കി പട്ടാളവും NDRFും പിന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ചെയ്യുന്ന സ്ഥലത്ത് പോയി അവിടെ അധികം നിൽക്കേണ്ട ആവശ്യമില്ല. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ പോയി നോക്കുന്നത് സ്വാഭാവികം. ഇത് എല്ലാ ദിവസവും രാവിലെ അവിടെ പോവുക, ഇതാണ് അവിടെ നടക്കുന്നത്. അതല്ല, ഈ 10 ദിവസത്തിനിടയിലും ഒരു കാര്യവും മുന്നോട്ട് പോയില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും.